നമ്മളെല്ലാവരും ആരോഗ്യകാര്യങ്ങളിൽ ഇന്ന് അതീവ ജാഗ്രതയുള്ളവരാണ്. ഏറ്റവും മികച്ച പോഷകങ്ങളുള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുന്നു, കൃത്യമായി കഴിക്കുന്നു. എന്നിട്ടും ഒരു വലിയ വൈരുദ്ധ്യം നമ്മൾ നേരിടുന്നുണ്ട്. എന്താണെന്നല്ലേ, ഇത്രയധികം പോഷകാഹാരം കഴിച്ചിട്ടും പകൽ സമയങ്ങളിൽ വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടുന്നു. ഒരു ചെറിയ ജലദോഷമോ പനിയോ സന്ധിവേദനയോ ഒക്കെ വന്നാൽ അത് മാറാൻ ആഴ്ചകളോ മാസങ്ങളോ എടുക്കുന്നു. ഊർജം ലഭിക്കാനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ വലിയൊരു ഊണ് കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത മയക്കവും തളർച്ചയുമാണ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിന്റെ അടിസ്ഥാന പ്രവർത്തനങ്ങളിൽ എവിടെയോ വലിയ ഒരു പിഴവ് സംഭവിക്കുന്നുണ്ട്. അത് എന്താണെന്ന് നമുക്കിന്ന് വിശദമായി നോക്കാം. ഈ ക്ഷീണത്തിന്റെ യഥാർത്ഥ കാരണം മനസ്സിലാക്കാൻ മനുഷ്യ ശരീരത്തെ വളരെ തിരക്കുള്ളതും വലിപ്പമുള്ളതുമായ ഒരു വീടായി സങ്കല്പിക്കുക. ഈ വീട്ടിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എല്ലാ ജോലികളും ചെയ്തു തീർക്കാൻ വളരെ കുറച്ച് ജോലിക്കാർ മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ വീട്ടിൽ ഉപയോഗിക്കാൻ വളരെ പരിമിതമായ വൈദ്യുതി അഥവാ ഒരു നിശ്ചിത അളവിലുള്ള ഊർജം മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. ജോലിക്കാർക്ക് ആ വീട്ടിൽ പ്രധാനമായും 3 വലിയ ചുമതലകളാണ് ചെയ്തു തീർക്കാനുള്ളത്. ഒന്നാമത്തെ ജോലി പാചകവും ദഹനവുമാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കുക, അതിൽ നിന്ന് പോഷകങ്ങൾ എടുക്കുക എന്നത്. രണ്ടാമത്തെ ജോലി വീട് വൃത്തിയാക്കലാണ്. കോശങ്ങൾക്കുള്ളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, കേടായ ഭാഗങ്ങൾ പുറന്തള്ളുക. ഇനി മൂന്നാമത്തെ ജോലി റിപ്പയറിംഗ് പണികളാണ്. അതായത് ശരീരത്തിനുണ്ടാകുന്ന കേടുപാടുകൾ തീർക്കുക, രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുക എന്നതൊക്കെ. ഇവിടെ ചിലപ്പോൾ ചെറിയൊരു സംശയം തോന്നാം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിന് ഊർജം ലഭിക്കാൻ വേണ്ടിയല്ലേ? അപ്പോൾ പിന്നെ എങ്ങനെയാണ് ദഹന പ്രക്രിയ ഈ ജോലിക്കാരുടെ ഊർജം കളയുന്നത്? ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വല്ലാതെ തല കറങ്ങുകയും ക്ഷീണം തോന്നുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഭക്ഷണം ഊർജം നൽകുകയല്ലേ ചെയ്യുന്നത്? ഇവിടെയാണ് നമ്മൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവും കോശങ്ങളുടെ യഥാർത്ഥ ഊർജവും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഊർജം ലഭിച്ചതായി തോന്നുന്നത് രക്തത്തിൽ ഗ്ലൂക്കോസ് എത്തുന്നത് കൊണ്ടാണ്. ഒരു ഇൻസ്റ്റന്റ് ബൂസ്റ്റ് പോലെയാണിത്. എന്നാൽ ഭക്ഷണം ദഹിപ്പിക്കുക എന്നത് വളരെ സങ്കീർണവും കഠിനവുമായ ഒരു പ്രക്രിയയാണ്. അതിന് ശരീരത്തിന് വലിയ തോതിൽ ഊർജം ചെലവാക്കേണ്ടതുണ്ട്. ആ പരിമിതമായ വൈദ്യുതി മുഴുവൻ അതിനായി ഉപയോഗിക്കണം. ആ വലിയ വീട്ടിലെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വലിയ സദ്യ ഒരുക്കണമെങ്കിൽ പച്ചക്കറികൾ അരിയണം, പാചകം ചെയ്യണം, വിളമ്പണം, അവസാനം ആ വലിയ പാത്രങ്ങൾ മുഴുവൻ കഴുകി വെക്കണം. ഇതിനെല്ലാം ആ വീട്ടിലെ മുഴുവൻ ജോലിക്കാരും അടുക്കളയിൽ തന്നെ നിൽക്കേണ്ടി വരും. ആ സമയത്ത് വീടിന്റെ മറ്റു ഭാഗങ്ങളിൽ എന്ത് നടന്നാലും അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. ശരീരത്തിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങൾ ഓരോ തവണ ഭക്ഷണം കഴിക്കുമ്പോഴും നിങ്ങളുടെ ശരീരത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ആ ദഹന പ്രക്രിയയിലേക്ക് മാറും. ആ വൈദ്യുതി മുഴുവനായും വയറിലേക്കും കുടലിലേക്കും തിരിച്ചുവിടപ്പെടും. ഇതാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്ന മയക്കത്തിന് കാരണം. അങ്ങനെ ശരീരം ദഹനത്തിന് മുൻഗണന കൊടുക്കുമ്പോൾ മറ്റു ജോലികളായ വൃത്തിയാക്കലും റിപ്പയറിങ്ങും പൂർണ്ണമായി നിർത്തിവെക്കപ്പെടുന്നു. ഇന്നത്തെ കാലത്ത് ആളുകളുടെ ഒരു സാധാരണ ദിനചര്യ നോക്കിയാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വലിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. പിന്നെ ഓഫീസിൽ പോയി 11 മണിക്ക് ചായയും സ്നാക്സും, ഉച്ചയ്ക്ക് പിന്നെ നല്ലൊരു ഊണും, വൈകുന്നേരം 4 മണിക്ക് വീണ്ടും എണ്ണയിൽ വറുത്ത പലഹാരങ്ങളും ചായയും, രാത്രി വീട്ടിലെത്തി വലിയൊരു അത്താഴം, കൂടാതെ വൈകി വീണ്ടും എന്തെങ്കിലും കുറിക്കുകയും ചെയ്യും. രാവിലെ മുതൽ പാതിരാത്രി വരെ അടുക്കളയിൽ പാചകം നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ ആ ജോലിക്കാർ മുഴുവൻ സമയവും ആ പാചക മോഡിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കട്ടിനടിയിൽ പൊടി നിറയുന്നു, ബാത്റൂമുകളിൽ മാലിന്യം കുന്നുകൂടുന്നു, ജനൽ ചില്ല പൊട്ടിയാൽ അത് മാറ്റാൻ ആരുമില്ലാതെ വരുന്നു. ശരീരത്തിന്റെ കാര്യത്തിൽ കോശങ്ങൾക്കുള്ളിലെ മാലിന്യങ്ങൾ പുറന്തള്ളാനോ കേടായ ഭാഗങ്ങൾ നന്നാക്കാനോ അവർക്ക് സമയം കിട്ടുന്നില്ല. പതിയെ ശരീരത്തിൽ മാലിന്യങ്ങൾ നിറയുകയും അറ്റകുറ്റപ്പണികൾ നടക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ശരീരം വേഗത്തിൽ രോഗങ്ങൾക്ക് അടിമപ്പെടുന്നു. ഇതിനുള്ള ഒരേയൊരു പരിഹാരം അടുക്കളവാതിൽ കുറച്ചു നേരത്തേക്ക് അടച്ചിടുക. ഇതിനെയാണ് നമ്മൾ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഉപവാസം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ദിവസവും ഒരു 16 മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഓരോ മണിക്കൂറിലും എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ആദ്യത്തെ 4-5 മണിക്കൂർ ദഹനം നടക്കുന്ന സമയമാണ്. ദഹനശേഷം വരുന്ന പോഷകങ്ങളും ഗ്ലൂക്കോസും എല്ലാം രക്തത്തിലൂടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നു. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുമ്പോൾ പാൻക്രിയാസ് കൂടിയ അളവിൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നു. ഇൻസുലിൻ കോശങ്ങളുടെ വാതിൽ തുറന്ന് ഈ ഗ്ലൂക്കോസ് അകത്തേക്ക് കയറ്റിവിടുന്നു. മിച്ചം വരുന്ന ഗ്ലൂക്കോസിനെ കരളിലും പേശികളിലും ഗ്ലൈക്കോജൻ എന്ന രൂപത്തിൽ ശേഖരിച്ചു വെക്കും. എന്നിട്ടും ഗ്ലൂക്കോസ് ബാക്കി വരികയാണെങ്കിൽ അത് കൊഴുപ്പായി വയറിന് ചുറ്റും സൂക്ഷിക്കും. ഈ സമയത്ത് ഉപവാസത്തിന്റെ ഗുണങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. അതായത് ആദ്യത്തെ 4 മണിക്കൂർ നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ അടുക്കിവെക്കൽ പ്രക്രിയയാണ് നടക്കുന്നത്. അടുത്ത 4 മുതൽ 8 മണിക്കൂർ വരെയുള്ള സമയത്ത് വയർ പൂർണ്ണമായും കാലിയാകും. നമുക്ക് ചെറിയൊരു അസ്വസ്ഥതയൊക്കെ അനുഭവപ്പെടുന്ന സമയമാണിത്.
ദഹനം പൂർത്തിയായി, വയർ കാലിയായി, പുതിയതായി ഭക്ഷണത്തിൽ നിന്നുള്ള പഞ്ചസാര വരുന്നില്ല എന്ന് ശരീരം തിരിച്ചറിയുന്നു. അതോടെ ഇൻസുലിന്റെ അളവ് പതുക്കെ താഴേക്ക് പോകും. എന്നാൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് നിലനിർത്തേണ്ടത് അത്യാവശ്യമായതിനാൽ കരൾ നേരത്തെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജൻ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങും. ഇവിടെ നിന്നാണ് നമ്മൾ ഉപവാസത്തിലേക്ക് കടക്കുന്നത്. 8 മുതൽ 12 മണിക്കൂർ വരെയുള്ള സമയമാണ് പലർക്കും ഉപവാസം ബുദ്ധിമുട്ടായി തോന്നുന്നത്. ഇവിടെ ശരീരത്തിലുള്ള ഗ്ലൈക്കോജൻ ഏകദേശം പകുതിയോളം തീരുന്നു. ഇൻസുലിൻ ഏറ്റവും കുറഞ്ഞ നിലയിലാകുന്നു. ഒപ്പം ശരീരം കൊഴുപ്പ് കത്തിക്കാൻ തുടങ്ങുന്നു. ഈ സമയത്ത് നമുക്ക് തലവേദനയും ഭയങ്കരമായ ക്ഷീണവും തോന്നും. പലരും ഉപവാസം പാതിവഴിയിൽ ഉപേക്ഷിക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. ഇവിടെ ശരീരം പട്ടിണി കിടന്ന് തളരുകയല്ല ചെയ്യുന്നത്, പകരം ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന പുതിയൊരു പ്രക്രിയ കരളിൽ ആരംഭിക്കുന്നു. അതായത് പുതിയ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന പ്രക്രിയ. പുറത്തുനിന്ന് പഞ്ചസാര കിട്ടാതെ ആകുമ്പോൾ ശരീരം സ്വന്തമായി ഒരു ഫാക്ടറി തുടങ്ങുന്നു. നമ്മുടെ ശരീരത്തിൽ സൂക്ഷിച്ചിട്ടുള്ള കൊഴുപ്പിൽ നിന്നുള്ള ഗ്ലിസറോളും അതുപോലെ അമിനോ ആസിഡുകളും ഉപയോഗിച്ച് കരൾ സ്വയം പുതിയ ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെടുക്കുന്നു. തലച്ചോറിനും രക്തകോശങ്ങൾക്കും ആവശ്യമായ പഞ്ചസാര ശരീരം ആന്തരികമായി തന്നെ നിർമ്മിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഷുഗർ ക്രാഷ് അവിടെ ഉണ്ടാകുന്നില്ല. ഈ സിസ്റ്റം ഇത്രയും പെർഫെക്റ്റ് ആണെങ്കിൽ എന്തുകൊണ്ട് ആദ്യമായി ഫാസ്റ്റിംഗ് ചെയ്യുന്ന ഒരാൾക്ക് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവപ്പെടും? അതിനായി അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആ ജോലിക്കാരെ ഒന്ന് നോക്കാം. കുറെ കാലങ്ങളായി ഈ ജോലിക്കാർ അടുക്കളയിൽ തന്നെ ആയിരുന്നല്ലോ. അവർക്ക് ഈ കൊഴുപ്പ് കത്തിക്കുക, പുതിയ ഗ്ലൂക്കോസ് ഉണ്ടാക്കുക എന്ന ജോലി പരിചയമില്ല. ഇതിനെ മെറ്റബോളിക് ഇൻഫ്ലെക്സിബിലിറ്റി എന്നാണ് പറയുന്നത്. അടുക്കള അടച്ചുപൂട്ടിയാൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് ജോലിക്കാർക്ക് അറിയില്ല. അവർ ഭക്ഷണം ചോദിച്ച് സമരം ചെയ്യും. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അവർ പുതിയ സംവിധാനവുമായി പൊരുത്തപ്പെടും. കൊഴുപ്പ് കത്തിക്കാൻ അവർ പഠിക്കും. ഇങ്ങനെ ആദ്യത്തെ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ 12 മുതൽ 16 മണിക്കൂർ വരെയുള്ള ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഗ്ലൈക്കോജൻ പൂർണ്ണമായി തീർന്നു കഴിയുമ്പോൾ ജോലിക്കാർ അടുക്കളയിൽ നിന്നിറങ്ങി വീട് വൃത്തിയാക്കാൻ തുടങ്ങുന്നു. ഇതിനെ ഉപവാസത്തിന്റെ സ്വീറ്റ് സ്പോട്ട് എന്ന് വേണമെങ്കിൽ വിളിക്കാം. കാരണം ഓട്ടോഫാജി എന്ന അദ്ഭുത പ്രക്രിയ പൂർണ്ണ ശക്തിയിലാകുന്നത് ഈ സമയത്താണ്. ഗ്രീക്ക് ഭാഷയിൽ ഓട്ടോഫാജി എന്നാൽ സ്വയം ഭക്ഷണം എന്നാണ് അർത്ഥം. രക്തത്തിൽ ഇൻസുലിന്റെ അളവ് ഇപ്പോൾ കുറഞ്ഞ നിലയിലാണ്. ഈ സമയം കോശങ്ങൾക്കുള്ളിലെ MPK എന്ന അലാറം സിസ്റ്റം ഉണരും. കോശങ്ങൾക്ക് ഊർജം കുറയുന്നു എന്ന് മുന്നറിയിപ്പ് നൽകുന്ന സൈറനാണിത്. അപ്പോൾ കോശങ്ങൾ ഒരു തീരുമാനമെടുക്കും. പുറത്തുനിന്ന് ഭക്ഷണമില്ല, അതിനാൽ ഉള്ളിലുള്ള മാലിന്യങ്ങൾ ഉപയോഗിച്ച് ഊർജം കണ്ടെത്തുക. അങ്ങനെ ജോലിക്കാർ മാലിന്യങ്ങൾ പെറുക്കാൻ തുടങ്ങും. കോശങ്ങൾ ഓട്ടോഫാഗോസം എന്നു പേരുള്ള ചില സഞ്ചികൾ ഉണ്ടാക്കും. ഇതൊരു മാലിന്യ ശേഖരണ ട്രക്ക് പോലെയാണ്. കോശങ്ങൾക്കുള്ളിലെ തകർന്ന പ്രോട്ടീനുകൾ, കേടായ മൈറ്റോകോൺട്രിയകൾ, അതുപോലെ നമ്മുടെ ഉള്ളിൽ അതിക്രമിച്ചു കിടന്ന വൈറസുകൾ എന്നിവയെല്ലാം ഈ ട്രക്കുകൾ വിഴുങ്ങുന്നു. ദഹനത്തിന് സഹായിക്കുന്ന എൻസൈമുകൾ നിറഞ്ഞ അതിശക്തമായ ഒരു ആസിഡ് കുളമാണ് ലൈസോസോം എന്നത്. ഈ മാലിന്യ ട്രക്ക് നേരെ പോയി ലൈസോസോമിൽ ലയിക്കുന്നു. അവിടെ ഈ മാലിന്യങ്ങൾ അമിനോ ആസിഡുകളായി മാറ്റപ്പെടുന്നു. ഇവിടെ ഈ ഓട്ടോഫാജിയെ സാധാരണ മാലിന്യം കത്തിച്ചു കളയുന്നത് പോലെ കാണരുത്. നമ്മൾ പഴയ ഫർണിച്ചർ വെറുതെ വലിച്ചെറിയുകയല്ല ചെയ്യുക. വീട്ടിൽ ഒരു പഴയ കസേര കേടായി കിടപ്പുണ്ടെങ്കിൽ അത് വെറുതെ തീയിട്ട് നശിപ്പിക്കുന്നതിന് പകരം അത് സൂക്ഷ്മമായി പൊളിച്ച് അതിലെ നല്ല തടിയും ആണിയും എല്ലാം എടുത്തു മാറ്റി അതുപയോഗിച്ച് പുതിയ ജനൽ ഉണ്ടാക്കുന്നത് പോലെയാണിത്. അതായത് തകർന്ന കോശഭാഗങ്ങളെ അമിനോ ആസിഡുകളാക്കി പുതിയ കോശങ്ങളും ഊർജവുമാക്കി മാറ്റുന്ന ഒരു സീറോ വേസ്റ്റ് സിസ്റ്റം. ഇന്നലത്തെ തകർന്ന കോശഭാഗങ്ങളാണ് ഇന്നത്തെ ഇന്ധനവും നാളത്തെ ആരോഗ്യകരമായ ടിഷ്യൂമായി മാറുന്നത്. ഓട്ടോഫാജിയിലൂടെ ലഭിക്കുന്ന ഈ അമിനോ ആസിഡുകൾ ഉപയോഗിച്ചാണ് കരൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പുതിയ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത്. കൂടാതെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുള്ള ആന്റിബോഡികൾ ഉണ്ടാക്കുന്നതും ഇതിൽ നിന്നാണ്. ഇനി ഈ ശാസ്ത്രം നമ്മുടെ നിത്യജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് എന്ന് നോക്കാം. കോശങ്ങളുടെ ഈ ഡീപ്പ് ക്ലീനിങ് കൊണ്ടുള്ള പ്രായോഗിക ഗുണങ്ങൾ എന്തൊക്കെയാണ്? ദിവസവും 14 മുതൽ 16 മണിക്കൂർ വരെ ദഹനത്തിന് ഇടവേള നൽകുമ്പോൾ ശരീരത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്നാമതായി, ശരീരം കൊഴുപ്പിനെ ആശ്രയിക്കുന്നത് കൊണ്ട് വയറിലെയും അവയവങ്ങൾക്ക് ചുറ്റിലുള്ളതുമായ കൊഴുപ്പ് വേഗത്തിൽ കുറയുന്നു. രണ്ടാമതായി, നേരത്തെ പറഞ്ഞ ആ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടക്കുന്നത് കൊണ്ട് ശരീരത്തിലെ ഇൻഫ്ലമേഷൻ, അതായത് വീക്കവും നീർക്കെട്ടും വലിയ തോതിൽ കുറയുന്നു. ഇതുവഴി പലർക്കും കാലങ്ങളായുള്ള സന്ധിവേദനകളൊക്കെ പെട്ടെന്ന് മാറുന്നത് കാണാം. ദഹനത്തിന് വേണ്ടി ഊർജം പാഴാക്കാത്തത് കൊണ്ട് അതിരാവിലെ വലിയ ഉന്മേഷം ലഭിക്കുന്നതായി കാണും. തലച്ചോർ കൂടുതൽ ഷാർപ്പാകുന്നു. ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് വർദ്ധിക്കുന്നു. ഓട്ടോഫാജി കേടായ കോശങ്ങളെ നീക്കം ചെയ്യുന്നത് കൊണ്ട് വാർദ്ധക്യം വലിയ രീതിയിൽ മന്ദഗതിയിലാകുന്നു. ചർമ്മം കൂടുതൽ തിളക്കമുള്ളതാകാനും ഇത് സഹായിക്കും. നമ്മൾ എപ്പോഴും എന്ത് കഴിക്കുന്നു, ഏത് സൂപ്പർ ഫുഡ് കഴിക്കണം, എത്ര വില കൂടിയ സപ്ലിമെന്റുകൾ കഴിക്കണം എന്നതിനെ കുറിച്ചാണ് വേവലാതിപ്പെടുന്നത്. എന്നാൽ എന്ത് കഴിക്കുന്നു എന്നതിനേക്കാൾ ഏറെ എപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തുന്നു എന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ യഥാർത്ഥ രഹസ്യം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആ അടുക്കള അടച്ചിടുന്ന സമയം നൽകുക മാത്രമാണ്. ജോലിക്കാരെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കുക.